സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം പാതി വഴിയിൽ വീട് നിർമ്മാണം നിർത്തിവെച്ച കുടുംബത്തിന് കൈത്താങ്ങായി ഒരു കൂട്ടം മനുഷ്യസ്നേഹികൾ. എരുമപ്പെട്ടിയിലെ നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയാണ് സഹായഹസ്തം നീട്ടിയത്. എരുമപ്പെട്ടി ഉമിക്കുന്നിൽ താമസിക്കുന്ന വീരത്തുവളപ്പിൽ രാമകൃഷ്ണനും കുടുംബത്തിനുമാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടിയെന്ന വാട്സ്ആപ്പ് കൂട്ടായ്മ വീട് വാർത്തു നൽകിയത്. ഇവർക്ക് വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് ലൈഫ് മിഷനിൽ ഫണ്ട് അനുവദിച്ചിരുന്നു. ആദ്യ ഗഡു കൊണ്ട് ചുമർ നിർമ്മാണം പൂർത്തിയാക്കി. എന്നാൽ കുട്ടികൾക്ക് അസുഖം ബാധിച്ചതിനെ തുടർന്ന് അനുവദിച്ചതിൽ ബാക്കി പണം ചെലവായി. മേൽക്കൂര വാർപ്പ് നടത്താത്തതിനാൽ അടുത്ത ഗഡു ഫണ്ട് ലഭിച്ചില്ല. 3 വർഷമായി ഒരു മുറി ടാർപോളിൻ ഉപയോഗിച്ച് മൂടിയാണ് രാമകൃഷ്ണനും ഭാര്യയും 3 പെൺമക്കളും കഴിഞ്ഞിരുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മുറിയിലാണ് ഇവർ താമസിച്ചിരുന്നത്. ഈ അവസ്ഥയറിഞ്ഞ ഗ്രൂപ്പ് അഡ്മിന്മാരായ കണ്ണൻ എരുമപ്പെട്ടി, ജോയ്സൺ പുലിക്കോട്ടിൽ, OS ശ്രീകാന്ത് എന്നിവരാണ് ഇവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത്. ഞാൻ എന്റെ ബുദ്ധിമുട്ട് ഇങ്ങനെ കണ്ണന്റെ അടുത്താണ് ആദ്യം പറയണ്ടായി. അവര് പിന്നെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി സഹായിച്ചിട്ട് രാമകൃഷ്ണേട്ടൻ 2-3 കൊല്ലമായി ഈ അവസ്ഥയിൽ കിടക്കുന്നു. അപ്പോഴാണ് കണ്ണന്റെ അടുത്ത് ആളെ വിളിച്ച് ആളുടെ വിഷമം ആ അവസ്ഥ കാണിച്ചു കൊടുക്കലും ഉണ്ടായത്. അപ്പൊ കണ്ണനാണ് ഇതിന്റെ പിന്നിൽ എല്ലാവരുടെയും അവിടും പറഞ്ഞ്. അപ്പൊ ഞാനും ശ്രീകാന്തും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ആ നാട്ടുകാരും വേണ്ടി പറഞ്ഞിട്ട് അതിലത്തെ എല്ലാ സുഹൃത്തുക്കളും എല്ലാവരും കൂടിയിട്ടാണ് ഈ കാര്യം നടക്കുന്നത്. ഞങ്ങളിവിടെ വന്നിട്ട് രാമകൃഷ്ണേട്ടന്റെ ആ വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ആകെ വിഷമായി. ഇപ്പോൾ നമ്മൾ സാധനങ്ങൾ ഒട്ടും വലിയ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു. പണിക്കാരെ വെച്ചിട്ട് ലേബറൊക്കെ ഒരു തരണ്ടേ. ഇപ്പോൾ ഇത് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തട്ടടിച്ച് 3-ാം ദിവസത്തിനുള്ളിൽ വാർക്കണം. പരമാവധി നമ്മളോട് ചെയ്യാൻ പറ്റുന്ന പോലെ എല്ലാവരും ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളവരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് വീട് വാർത്തു നൽകിയത്. ഗ്രൂപ്പ് അംഗങ്ങളും നിർമ്മാണ പ്രവൃത്തികളിൽ പങ്കാളികളായി. VM ശിവൻ, KJ തമ്പി, ക്യാപ്റ്റൻ ജയൻ, ജിനു നെല്ലുവായ് എന്നിവരും നിർമ്മാണത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി.